മുസ്ലിംസ് പന്നി കഴിക്കാത്തത് റിലീജിയസ് പ്രോഹിബിഷൻ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ സയൻസ് എന്തുകൊണ്ടാണ് പന്നി കഴിക്കുന്നവർക്ക് നല്ല പണി കിട്ടും എന്ന് പറയുന്നത്? റീസൺസ് ഒന്ന് നോക്കിയാലോ. റീസൺ നമ്പർ 1, മൃഗങ്ങളുടെ ശരീരത്തിനകത്തുള്ള ടോക്സിൻസ് അവർ പുറത്തേക്ക് കളയുന്നത് സ്വെറ്റ് ചെയ്തിട്ടാണ് മനുഷ്യനെ പോലെ. പക്ഷെ പന്നികൾ സ്വെറ്റ് ചെയ്യാറില്ല, അതുകൊണ്ട് ടോക്സിൻസ് ഉള്ളിൽ തന്നെ കിടക്കും. നമ്മൾ പന്നി കഴിക്കുമ്പോൾ ആ ടോക്സിൻസ് കൂടി നമ്മുടെ ശരീരത്തിനകത്തേക്ക് വരുവാണ്. റീസൺ നമ്പർ 2, മറ്റ് മൃഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പാരസൈറ്റ് കാണപ്പെടുന്നത് പന്നിയുടെ ശരീരത്തിനകത്താണ്. അതുകൊണ്ട് തന്നെ പന്നി സ്ഥിരമായിട്ട് കഴിക്കുന്നവരുടെ ഇടയിൽ സീഷസ്, ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഒക്കെ കണ്ടുവരുന്നുണ്ട്. പന്നിയുടെ ശരീരത്തിനകത്തുള്ള ഒരു പാരസൈറ്റ് ആണ് ടോക്സോപ്ലാസ്മിക് ഗോണ്ടി. ഇത് കാരണം മിസ്കാരേജ്, ബർത്ത് വരുന്ന കുട്ടികൾക്ക് ബർത്ത് ഡിസീസസ് ഇതൊക്കെ കണ്ടുവരുന്നുണ്ട്. റീസൺ നമ്പർ 3, പന്നിയുടെ ശരീരത്തിനകത്തുള്ള പാരസൈറ്റ്സ് കില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചർ ഇതുവരെ സയന്റിഫിക്കലി പ്രൂവൺ അല്ല. അതുകൊണ്ട് തന്നെ എത്ര ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ പാരസൈറ്റ് കില്ലാവും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. റീസൺ നമ്പർ 4, പന്നിയുടെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ കൊളസ്ട്രോളും ഫാറ്റും അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഫ്രീക്വന്റ് ആയി കഴിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ കാർഡിയോവാസ്കുലർ ഡിസീസസ്, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് ഇതൊക്കെ കണ്ടുവരുന്നുണ്ട്. റീസൺ നമ്പർ 5, പന്നി കഴിക്കുന്നത് വേസ്റ്റ് ആണ്. അതുകൂടാതെ പലപ്പോഴും അത് അതിന്റെ തന്നെ വേസ്റ്റ് കഴിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, യു ആർ വാട്ട് യു ഈറ്റ്. ഇങ്ങനെയുള്ള എല്ലാ കാരണങ്ങൾ കൊണ്ടും ഇതൊരു നല്ല ഭക്ഷണ പദാർത്ഥമേ അല്ല. ഇനി ഇതുപോലുള്ള പല കാര്യങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പലതും സയന്റിഫിക്കലി പ്രൂവൺ ആണ്, പലതും ഇനി സയന്റിഫിക്കലി